പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിന് സ്തുതി. ഇന്ന് ബ്രദർ രാജേഷ് കാട്ടാക്കടയുമായി സ്നാനം ക്രിസ്തീയ വീക്ഷണത്തിൽ എന്ന വിഷയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുവാൻ ലഭിച്ച അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. മോഡറേറ്റേഴ്സ് ആയിട്ടുള്ള ഡൈനോ ബ്രദറിനും ബ്രദർ വിശാൽ ചെറിയാനും അതുപോലെ ഞങ്ങളെ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതവും നന്ദിയും അറിയിക്കുന്നു. സ്നാനത്തെ പറ്റി നമ്മൾ പറയുമ്പോൾ എബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ 6 അടിസ്ഥാന ഉപദേശങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കലെ വിശ്വാസം, പിന്നെ നമ്മൾ കാണുന്നുണ്ട് സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവപ്പ്, നിത്യശിക്ഷാവിധി. ഇപ്പം സ്നാനങ്ങളെ സംബന്ധിക്കുന്ന ഉപദേശം അടിസ്ഥാന ഉപദേശമാണ്. അപ്പൊ ക്രിസ്തീയ അടിസ്ഥാന ഉപദേശങ്ങളിൽ പെട്ടതാണ് സ്നാന ഉപദേശം എന്നല്ല, അവിടെ ബഹുവചനത്തിലാണ് നമ്മൾ കാണുന്നത്. എബ്രായ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം ഡോക്ട്രിൻ ഓഫ് ബാപ്റ്റിസംസ് ആണ്. അപ്പൊ വിവിധ തരത്തിലുള്ള സ്നാനങ്ങളുണ്ട് എന്ന് നമുക്ക് അതിൽ നിന്ന് അനുമാനിക്കാം. തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുമ്പോൾ വിവിധ തരത്തിലുള്ള സ്നാനങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. ഡോക്ട്രിൻ ഓഫ് ബാപ്റ്റിസംസ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും പുതിയ നിയമത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ, പഴയ നിയമത്തിൽ വേറെ ധാരാളം സ്നാനങ്ങളുണ്ട്. പുതിയ നിയമത്തിൽ തന്നെ നമ്മൾ കാണുന്ന 8 തരം സ്നാനങ്ങളെ നമുക്ക് കാണാം. ഒന്ന് യോഹന്നാൻ മാംദാന നൽകിയ സ്നാനം, യോഹന്നാന്റെ സ്നാനം എന്നറിയപ്പെടുന്നു. പിന്നെയുള്ളത് യേശുക്രിസ്തു യോഹന്നാന്റെ കൈക്കീഴിലേറ്റ സ്നാനമുണ്ട്. അതുപോലെ യേശു കർത്താവ് തന്റെ കുരിശു മരണം ഒരു സ്നാനമാണെന്നുള്ള രീതിയിൽ കർത്താവ് അവതരിപ്പിക്കുന്നുണ്ട്. എനിക്കൊരു സ്നാനമേൽക്കാനുണ്ട്, തന്റെ കുരിശു മരണത്തെ കുറിച്ച് പറയുന്നുണ്ട്. 4-ാമതായിട്ട് യോഹന്നാൻ സ്നാപകൻ 2 സ്നാനത്തെ കുറിച്ച് പറയുന്നുണ്ട്. എന്റെ പിന്നാലെ വരുന്നവൻ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ സ്നാനം, തീയുടെ സ്നാനം, പിന്നെയുള്ളത് വിശ്വാസികളുടെ ജലസ്നാനമാണ് 6-ാമത്തത്. പിന്നെ നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിൽ കാണുന്നുണ്ട് മരിച്ചവർക്ക് വേണ്ടിയുള്ള സ്നാനം. അങ്ങനെ 7 സ്നാനങ്ങളെ പുതിയ നിയമത്തിൽ, ഞാൻ 8 എന്നാണ് പറഞ്ഞത്, എന്റെ ഓർമ്മയിൽ ഇപ്പം 7 വന്നിട്ടുള്ളത്. 7 സ്നാനങ്ങളെ നമുക്ക് പുതിയ നിയമത്തിൽ കാണാൻ പറ്റും. അത് യോഹന്നാന്റെ സ്നാനം കാണാൻ പറ്റും, യേശുവിന്റെ സ്നാനം കാണാൻ പറ്റും, യേശുവിന്റെ കുരിശുമരണമാകുന്ന സ്നാനം കാണാൻ പറ്റും, പിന്നെ തീ കൊണ്ടുള്ള സ്നാനം കാണാൻ പറ്റും, ആത്മാവ് കൊണ്ടുള്ള സ്നാനം കാണാൻ പറ്റും, പിന്നെ ജലസ്നാനത്തെ കാണാൻ പറ്റും, പിന്നെ മരിച്ചവർക്ക് വേണ്ടിയുള്ള സ്നാനത്തെ കാണാൻ പറ്റും. ഇങ്ങനെ 7 സ്നാനങ്ങളെ സംബന്ധിച്ചും നമ്മൾ പഠിക്കുന്നതിനെയാണ് സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം എന്ന് പറയുന്നത്. ഈ സ്നാനം എന്ന് പറയുമ്പോൾ അതൊരു, ഈ ബൈബിളിൽ നമ്മൾ വായിക്കുമ്പോൾ ധാരാളം ഉടമ്പടികളെ കാണാൻ പറ്റും. പഴയ നിയമത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ദൈവവും മനുഷ്യനുമായിട്ട് ഉടമ്പടികളെ വെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇംഗ്ലീഷിൽ അതിന് കവനന്റ് എന്നാണ് പറയുന്നത്, ഉടമ്പടിക്ക്. അപ്പൊ കവനന്റുകളുടെ പുറകെ കവനന്റുകളായിട്ട് സീക്വൻസ് ഓഫ് കവനന്റ്സ് ആണ് നമ്മൾ ബൈബിൾ ഹിസ്റ്ററിയിൽ കാണുന്നത്. ഏദനിൽ ഒരു കവനന്റ് കാണാം. ഇപ്പൊ ഏദനിക്ക് കവനന്റ് എന്നാണ് അത് വിശേഷിപ്പിക്കുന്നത്. പിന്നെ അബ്രഹാമുമായിട്ട് നോഹയുമായിട്ടൊരു കവനന്റ് വെക്കുന്നുണ്ട്, അതിനെ നോഹായിക്ക് കവനന്റ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. പിന്നെ അബ്രഹാമിന് ഒരു കവനന്റ് ഉണ്ട്, അതിനെ ഏബ്രഹാമിക് കവനന്റ്. പിന്നെ മോശയുടെ കവനന്റ് നമുക്കറിയാം, മൊസായിക് കവനന്റ്. പിന്നെ ദാവീദുമായിട്ടുള്ള കവനന്റ് ഡേവിഡിക് കവനന്റ്. ഇങ്ങനെ ധാരാളം പിന്നെ ചെറിയ ചെറിയ കവനന്റ്സിനെ കാണാൻ പറ്റും. പ്രധാനമായ കവനന്റുകൾ ഇതൊക്കെയാണ്: ഏദന്യ ഉടമ്പടി, അബ്രഹാമി ഉടമ്പടി, നോഹൈക ഉടമ്പടി, മോശൈക ഉടമ്പടി, ദാവീദിക ഉടമ്പടി, ഇപ്പൊ ദാവീദുമായിട്ട് വെച്ച ഉടമ്പടി. ഇപ്പൊ ഉടമ്പടികൾക്ക് എപ്പോഴും അടയാളങ്ങളെ വെക്കാറുണ്ട്. ഈ ഉടമ്പടി വെച്ചതിന് ഇപ്പൊ നോഹയുമായി വെച്ച ഉടമ്പടിയുടെ അടയാളമാണ് മഴവില്ല് എന്ന് ബൈബിളിൽ നമ്മൾ വായിക്കുന്നു. അബ്രഹാമുമായിട്ട് വെക്കുന്ന ഉടമ്പടിയുടെ അടയാളം ശരീരത്തിൽ അടയാളമായി പരിച്ഛേദന.
ഓരോ പുരുഷ പ്രജയുടെയും അഗ്രചർമ്മത്തെ നീക്കം ചെയ്യുന്നത് ആ ഉടമ്പടിയുടെ അടയാളമാണ്. അല്ല, മോശയിക ഉടമ്പടിയുടെ അടയാളം പെസഹ. ഓരോ വർഷവും പെസഹ അപ്പം അവർ ഭക്ഷിക്കുമ്പോൾ ആ ഉടമ്പടിയുടെ അടയാളമാണ്. അപ്പൊ ഉടമ്പടികൾക്കുള്ള അടയാളങ്ങളാണ്. കർത്താവായ യേശു മിശിഹ വന്നിട്ട് അവസാനത്തെ അത്താഴത്തിന്റെ സമയത്ത് താന് ഉടമ്പടിയെ സ്ഥാപിക്കുന്നുണ്ട്. ആ ഉടമ്പടിയെ സ്ഥാപിക്കുമ്പോ കവനന്റ് മീല് അതാണ് പറയുന്നത്, വാങ്ങി ഭക്ഷിക്കുവീൻ, ഇത് പുതിയ ഉടമ്പടിയിൽ എന്റെ രക്തമാകുന്നു. പരിശുദ്ധനായ പൗലോസ് കൊലോസോസുകാർക്ക് എഴുതുന്ന ലേഖനം 2-ാം അധ്യായവും 3-ാം അധ്യായവും നിങ്ങൾ സൂക്ഷിച്ചു വായിക്കുമ്പോ പൗലോസ് ലീഹ അവിടെ സ്നാനത്തെ പരിച്ഛേദനയുമായി വളരെ താരതമ്യപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. കാരണം 2-ാം അധ്യായം നിങ്ങൾ കൊലാസ്യലേഖനം വായിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ എന്ന് പറയുന്നുണ്ട്. അത് സ്നാനപ്പെട്ട അല്ലെങ്കിൽ മാമോദിസ സ്വീകരിച്ച ഒരു വ്യക്തിയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പൊ വളരെ കൃത്യമായിട്ട് സ്നാനത്തെയും പരിച്ഛേദനയെയും താരതമ്യപ്പെടുത്തിയാണ് അവിടെ സംസാരിക്കുന്നത്. അപ്പൊ കൈകൊണ്ട് അല്ലാത്ത പരിച്ഛേദന ലഭിച്ചു. 11-ാമത്തെ വാക്യമാണ് കൊലാസ്യർ 2:11. അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. അത് എങ്ങനെയാണ് ഈ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന ലഭിച്ചത്? ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സർക്കംസിഷൻ എന്നാണ് അവിടെ പറയുന്നത്. കാരണം ഇത് പുതിയ ഉടമ്പടിയിലേക്ക് വരികയാണ്. അപ്പോൾ പഴയ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ ആരൊക്കെയാണ് ഈ ഉടമ്പടി സ്വീകരിക്കാൻ യോഗ്യരാകുന്നത്? അവിടെ നമ്മൾ താഴോട്ട് വായിക്കുമ്പോ, അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിൽ ആരും നിങ്ങളെ വിധിക്കരുത്. ഇവ വരുവാനിരുന്നവയുടെ നിഴലത്രേ. അപ്പൊ നിഴലിൽ എങ്ങനെയായിരുന്നു? നിഴലിൽ പരിച്ഛേദന കൊടുക്കുമ്പോ 8 ദിവസം പ്രായമാകുന്ന പുരുഷപ്രജക്കൊക്കെയും പരിച്ഛേദന കൊടുക്കണം. സ്ത്രീകൾക്ക് പരിച്ഛേദന കൊടുത്തിരുന്നില്ല. അപ്പൊ പുരുഷന്മാർ മാത്രമാണ് ആ ഉടമ്പടിയുടെ അടയാളം സ്വീകരിച്ചിരുന്നത്. സ്ത്രീകൾ അതിൽ കവേർഡ് ആയിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തുയേശുവിൽ സ്ത്രീ എന്നോ പുരുഷനോ വ്യത്യാസമില്ലാതെ ഈ ഉടമ്പടിയുടെ അടയാളം സ്വീകരിക്കുകയാണ്. അപ്പൊ പഴയ ഉടമ്പടിയേക്കാളും അല്ലെങ്കിൽ അബ്രഹാമിയ ഉടമ്പടിയേക്കാളും കൂടുതൽ വ്യാപ്തിയുള്ളതും കരുത്തുള്ളതുമാണ് പുതിയ നിയമ ഉടമ്പടി. കൂടുതൽ സമഗ്രമാണ്, കൂടുതൽ വിപുലമാണ്. പഴയ നിയമ ഉടമ്പടി 8 ദിവസം പ്രായമുള്ള പുരുഷപ്രജ, 8 ദിവസം മുതൽ മുകളിലോട്ട് പ്രായമുള്ള പുരുഷ പ്രജകൾക്കാണ് ആ അടയാളം സ്വീകരിക്കാൻ പറ്റിയിരുന്നത്. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ അത് കൂടുതൽ വിപുലീകരിക്കുകയാണ്, സ്ത്രീകളെ കൂടെ ഉൾപ്പെടുത്തുകയാണ്. അപ്പം കൂടുതൽ ഇറ്റ് ബിക്കേം മോർ ഇൻക്ലൂസീവ്, കൂടുതൽ ഇൻക്ലൂസീവ് ആകുകയാണ്, കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തുകയാണ്, സ്ത്രീകളെ കൂടെ ഉൾപ്പെടുത്തി. അപ്പൊ അവിടെ ഒരു പ്രായപരിധി ഇല്ല, പഴയതിനേക്കാൾ ബെറ്റർ ആണ്. നമ്മൾ എബ്രായ ലേഖനം വായിക്കുമ്പോ ന്യൂ കവനന്റ് ഈസ് ബെറ്റർ ദാൻ ഓൾഡ് കവനന്റ് ഇൻ ഓൾ മീൻസ്. എല്ലാ അർത്ഥത്തിലും പഴയ ഉടമ്പടിയേക്കാളും ബെറ്റർ ആണ് പുതിയ ഉടമ്പടി എന്നാണ് നമ്മൾ കാണുന്നത്. എബ്രായ ലേഖനത്തിന്റെ കീ വേർഡ്, എബ്രായ ലേഖനം പഠിക്കുമ്പം അതിന്റെ താക്കോൽ വാക്ക് കൂടുതൽ മെച്ചമായത് എന്നുള്ളതാണ്, അല്ല ബെറ്റർ എന്നുള്ളതാണ്. ബെറ്റർ 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 എന്ന് നിങ്ങൾക്ക് ആ ലേഖനത്തിൽ തുടർച്ചയായിട്ട് കാണാം. അപ്പൊ കവനന്റ് ഈസ് ഫാർ ബെറ്റർ ദാൻ ദ ഓൾഡ് കവനന്റ്. അപ്പൊ പഴയതിനേക്കാൾ എന്തുകൊണ്ടും മികച്ചതാണ് പുതിയത്. അപ്പൊ കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തുകയാണ്. അത് ഇവിടെ ഒരു വാദം വരുന്നത് ഈ മോഡ് ഓഫ് ബാപ്റ്റിസം ആൻഡ് ഏജ് ഓഫ് കാൻഡിഡേറ്റ് ആണ്. സ്നാനത്തിന്റെ രീതിയും സ്നാനപ്പെടുന്ന സ്നാനാർത്ഥിയുടെ പ്രായവും സംബന്ധിക്കുന്ന ചില തർക്കങ്ങളുണ്ട്. അപ്പൊ അതിലേക്കാണ് ഞാൻ വിരൽ ചൂണ്ടുന്നത്. പഴയ ഉടമ്പടിയുടെ കവനന്റ്
ആ പഴയ കവനന്റിന്റെ സൈന്, പഴയ ഉടമ്പടിയുടെ അടയാളം സ്വീകരിക്കാൻ 8 ദിവസം പ്രായം മതിയായിരുന്നു ആ ഗ്രേസ് റിസീവ് ചെയ്യുവാൻ. 8 ദിവസം. ആ പരിച്ഛേദന ആരംഭിച്ച വ്യക്തിയാണ് വിശ്വാസികളുടെ പിതാവ് എന്ന് വിളിക്കുന്ന അബ്രഹാം. അതിലും ബെറ്റർ ആയിട്ടുള്ള, അതിലും ഇൻക്ലൂസീവ് ആയിട്ടുള്ള കവനന്റ് ആണ് ഇപ്പോൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ശിശുക്കൾക്ക് അത് കൊടുക്കാൻ പാടില്ല, അതൊരു സർട്ടൻ പ്രായമായി കഴിഞ്ഞ് മാത്രമേ കൊടുക്കാൻ പറ്റൂ എന്ന് ശഠിക്കുമ്പോൾ അതൊരു വൈരുദ്ധ്യമായിട്ട് വരും. കാരണം യേശുമ്പുരാന്റെ അടുത്തേക്ക് ശിശുക്കളെ കൊണ്ടുവരുമ്പോൾ ശിഷ്യന്മാർ തടയുന്നുണ്ട്. അപ്പോൾ യേശുമ്പുരാൻ പറയുന്നുണ്ട്, ശിശുക്കളെ തടയരുത്, അവരെ എന്റെ അടുക്കൽ വരുവാൻ വിടുവീ. പൗലോസ്ലീഹ വളരെ വ്യക്തമായിട്ട് പറയുന്നു, സ്നാനം അല്ലെങ്കിൽ മാമോദിസ എന്തിനാണ്? ക്രിസ്തുയേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നവരായ, മാമോദിസ സ്വീകരിച്ചിരിക്കുന്നവരായ നിങ്ങൾ. അപ്പൊ ക്രിസ്തുയേശുവിനോട് ചേരുവാനാണ്. ചില ആളുകൾക്കെങ്കിലും സംശയം കാണും. മാമോദിസ എന്ന് പറഞ്ഞാൽ സ്നാനം എന്ന് തന്നെയാണ്. സ്നാനം എന്നതിന്റെ സുറിയാനി വാക്കാണ് മാമോദിസോ, അതിന്റെ ഗ്രീക്ക് വാക്കാണ് ബാപ്റ്റിസം. ഇംഗ്ലീഷാണ് ബാപ്റ്റിസം, ബാപ്റ്റിസോ അത് ഗ്രീക്കാണ്, ഗ്രീക്കിൽ നിന്ന് വന്നാണ് ബാപ്റ്റിസം എന്ന വാക്ക്. ഇതെല്ലാം ഒരേ അർത്ഥമാണ്. അപ്പൊ സ്നാനം സ്വീകരിക്കുന്ന അല്ലെങ്കിൽ മാമോദിസ സ്വീകരിക്കുന്നത് ക്രിസ്തുയേശുവിനോട് ചേരുവാനാണ്. അപ്പൊ ക്രിസ്തുയേശുവിനോട് ചേരുവാൻ ശിശുക്കളെ തടയുന്ന ഒരു സമ്പ്രദായമാണത്. കർത്താവിന്റെ കൽപ്പനയ്ക്ക് നേരെ വിപരീതമാണ്. കർത്താവ് അർത്ഥശങ്കക്കിടയില്ലാതെ പറഞ്ഞു, ശിശുക്കളെ തടയരുത്, അവരെ എന്റെ അടുക്കൽ വരുവാൻ വിടുവീൻ. അടുക്കൽ വരാതെ എങ്ങനെയാണ് കർത്താവിനോട് ചേരുന്നത്? ദൈവരാജ്യം ഇങ്ങനെയുള്ള ശിശുക്കളുടേതാണ്. ഒരു ശിശുവിനെ എടുത്തുയർത്തിയിട്ട് കർത്താവ് പറഞ്ഞു. അപ്പൊ ശിശുക്കൾ എല്ലാം കൊണ്ടും ദൈവരാജ്യത്തിന് അർഹരും യോഗ്യരും അഭിമതരും ആണ് എന്ന് വളരെ വ്യക്തമായി കർത്താവ് ഈശോ മിശിഹാ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ശിശുക്കളെ തടയുന്നത് എന്തുകൊണ്ടും കർത്താവിന്റെ ഹിതത്തിനെതിരാണ്. അപ്പോൾ പറയുന്നത് ശിശുക്കൾക്ക് ദൈവിക കൃപാവരങ്ങളെ സ്വീകരിക്കാനുള്ള പാകത വന്നിട്ടില്ല എന്നാണ്. എന്താണ് കൃപാവരം സ്വീകരിക്കുന്നതിന്റെ പാകത? സഭയുടെ കലണ്ടർ അനുസരിച്ച് ഈ കഴിഞ്ഞ ഞായറാഴ്ച പരിശുദ്ധ മറിയം എലിശബത്തിനെ സന്ദർശിക്കുന്നതിനെ കുറിച്ചാണ് ധ്യാനിച്ചത്, ഏവങ്കേലിയോൻ വായിച്ചത്. അപ്പൊ അവിടെ പരിശുദ്ധ മറിയത്തിന്റെ വന്ദന സ്വരം കേൾക്കുമ്പോൾ എലിശബായുടെ ഉദരത്തിൽ യോഹന്നാൻ സ്നാപകൻ എന്ന ശിശു അല്ലെങ്കിൽ ഉദരസ്ഥമായ പ്രജ തുള്ളിച്ചാടിയെന്നാണ് വായിക്കുന്നത്. നിന്റെ വന്ദന സ്വരം എന്റെ കാതുകളിൽ പതിച്ചപ്പോൾ എന്റെ ഉദരത്തിലെ പ്രജ സന്തോഷത്താൽ തുള്ളിച്ചാടുന്നു, നൃത്തം ചെയ്യുന്നു. അപ്പോ എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുക്കൽ വരുവാനുള്ള മാനം എനിക്ക് എങ്ങനെ ഉണ്ടായി? അപ്പൊ ഇത് കർത്താവിന്റെ അമ്മയാണ് ഈ അടുത്ത് വന്നിരിക്കുന്നതെന്ന് കേവലം 6 മാസം പ്രായമുള്ള ഉദരത്തിലെ പ്രജയ്ക്ക് തിരിച്ചറിയുവാനും അതിനോട് പ്രതികരിക്കുവാനും കഴിയുമായിരുന്നു എന്ന് അർത്ഥശങ്കക്കിടയില്ലാതെ തിരുവെഴുത്തുകൾ, പുതിയ നിയമ തിരുവെഴുത്തുകൾ വ്യക്തമാക്കുമ്പോൾ 56 ദിവസം പ്രായമുള്ള ഈ കുഞ്ഞിനെ പരിശുദ്ധ ദൈവാലയത്തിൽ കൊണ്ടുവന്ന് ക്രിസ്തുവിനോട് യോജിപ്പിക്കുന്ന ആ ദിവ്യമായ കൂദാശ കൊടുക്കുമ്പോൾ ആ ശിശുവിന് അത് അനുഭവിക്കാൻ, സ്വീകരിപ്പാൻ അർഹതയില്ല, യോഗ്യതയില്ല, പാകതയില്ല എന്നുള്ള വാദം കേവലം മൂഢതയാണ്. അത് തിരുവെഴുത്തുകളെ കുറിച്ചോ ദൈവശക്തിയെ കുറിച്ചോ അറിവില്ലാത്തത് കൊണ്ടാണ്. കർത്താവ് ഈശോ മിശിഹാ പറയുന്നുണ്ട്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായ്ക കൊണ്ട് വളരെ തെറ്റിപ്പോകുന്നു. അപ്പൊ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും തിരിച്ചറിയുമ്പോൾ ദൈവിക ഉടമ്പടികൾക്ക് ഗ്രേസ് റിസീവ് ചെയ്യുവാൻ കുഞ്ഞുങ്ങൾക്ക് സാധിക്കും എന്ന് നമുക്ക് മനസ്സിലാകും. സാക്രമെന്റ് ആണ് ഇത്, കൂദാശയാണ്. സാക്രമെന്റ് ഈസ് എ വിസിബിൾ സൈൻ ഓഫ് ഇൻവിസിബിൾ ഗ്രേസ് ആണ്. അദൃശ്യമായിരിക്കുന്ന ദൈവിക കൃപകളുടെ ദൃശ്യമായ അടയാളമാണ് കൂദാശകൾ. അപ്പൊ അദൃശ്യമായ ദൈവകൃപ, ഈ പ്രസാദവരം, ഈ കുഞ്ഞുങ്ങൾ അർഹരാണ്, യോഗ്യരാണ്. ഈ ന്യൂ കവനന്റ് ഈസ് ഫാർ ബെറ്റർ ആൻഡ് ഇറ്റ് ഈസ് മോർ പവർഫുൾ ആൻഡ് ഇറ്റ് ഈസ് മോർ ഇൻക്ലൂസീവ്. അതുകൊണ്ട് ഓൾഡ് കവനന്റിൽ ഒഴിവാക്കപ്പെട്ട സ്ത്രീജനങ്ങളും കൂടെ ഉൾപ്പെട്ടിരിക്കുന്ന ഈ ന്യൂ കവനന്റിൽ പ്രായത്തിന്റെ ഒരു പരിധി വെച്ച് ഒരു വലിയ വിഭാഗത്തെ എക്സ്ക്ലൂഡ് ചെയ്യുവാനല്ല, മറിച്ച് കൂടുതൽ ആളുകളെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. സോ ഓൾ ഇൻക്ലൂസീവ് കവനന്റ് ആയതുകൊണ്ട് ഈ ശിശുക്കൾ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ പ്രായത്തിന്റെ ആർഗ്യുമെന്റിനെയാണ് ഞാൻ ഇന്ന് ചൂണ്ടിക്കാണിച്ചത്. ധാരാളം തെളിവുകൾ നമുക്ക് വേറെയും കാണിക്കാനുണ്ട്. നമുക്ക് മുന്നോട്ട് വരുമ്പോൾ അതേക്കുറിച്ച് പറയാം. പിന്നെയുള്ളത് മോഡ് ഓഫ് ബാപ്റ്റിസം ആണ്. മോഡ് ഓഫ് ബാപ്റ്റിസം
ഇന്റൻഷൻ ഓഫ് ബാപ്റ്റിസവും പറയാനുണ്ട്. മോഡ് ഓഫ് ബാപ്റ്റിസം നമ്മൾ പറയുമ്പോൾ സ്പ്രിംഗ്ലിംഗ്, അത് കാരണം ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും. പുതിയ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ പഴയ നിയമത്തിൽ യെഹെസ്കേൽ പ്രവാചകൻ പറയുന്നതാണ്, നിങ്ങൾ നിർമ്മലരായി തീരും. അപ്പൊ നിർമ്മല ജലം തളിച്ച് നിങ്ങളെ നിർമ്മലരാക്കി തീർക്കും. അപ്പം ബാപ്റ്റിസത്തെ കുറിച്ചുള്ള പഴയ നിയമ പ്രവചനം അത് സ്പ്രിംഗ്ലിംഗ് എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പെന്തക്കോസ്ത് പെരുന്നാളിനന്ന് പത്രോസ്ലീഹായുടെ പ്രസംഗം കേട്ട് 3000 പേർ സ്നാനപ്പെട്ടു. 3000 പേര് സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞാൽ യെരുശലേം സിറ്റിക്കകത്താണ് അവർ ആ പ്രസംഗം കേൾക്കുന്നത്. ഏകദേശം ഉച്ചയ്ക്ക് 12 മണി വരെ ആ പ്രസംഗവും കാര്യവും നടന്നു. അന്ന് വൈകുന്നേരത്തിനകം അവിടെ 3000 പേരുടെ സ്നാനം. ഇന്ന് നമ്മൾ ശടിക്കുന്ന വിധത്തിലുള്ള പൂർണ്ണ മുഴുകൽ സ്നാനം നടത്താനുള്ള സംവിധാനങ്ങൾ അവിടെ ഇല്ല. അവിടെ ഉള്ള ഒരു ശീലോഹം കുളമാണെങ്കിൽ അത് ടെമ്പിൾ അതോറിറ്റിയുടെ കൺട്രോളിലുള്ളതാണ്. അവിടെ ഇവർക്ക് ആ രീതിയിലുള്ള ഒരു മതപരമായ ചടങ്ങ് യഹൂദ മതത്തിന് വ്യത്യസ്തമായി നടത്തുവാനുള്ള സാഹചര്യമില്ല. അപ്പൊ അതുകൊണ്ട് സ്പ്രിംഗ്ലിംഗ് ആയിരിക്കാം അവിടെ നടന്നിട്ടുള്ളത് എന്ന് നമുക്ക് അനുമാനിക്കാം. അപ്പൊ ഇത് മോഡ് ഓഫ് ബാപ്റ്റിസം എന്നുള്ള ഒരു വാദം, ഈ ബാപ്റ്റിസം എന്ന മൂലപദത്തെ വ്യാഖ്യാനിച്ചിട്ട് പല ആളുകളും പറയാറുണ്ട്. പക്ഷെ ബാപ്റ്റിസം എന്ന മൂലപദത്തിന്റെ അർത്ഥം കുളിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അത് ഏത് വിധത്തിലുള്ള കുളികൾക്കും അത് ഉപയോഗിക്കാവുന്നതാണ്. പൂർണ്ണമായി മുഴുകുക എന്നൊരു അർത്ഥം ആ വാക്കിനില്ല. അപ്പൊ എറ്റിമോളജിക്കലി അതിനെ തെളിയിക്കുവാൻ സാധ്യമല്ല. പിന്നെ നമ്മൾ പഴയ നിയമത്തിലെ പ്രവചനത്തിൽ ഞാൻ പറഞ്ഞതുപോലെ സ്പ്രിങ്കിൾഡ് ആണ് കാണുന്നത്. അതുപോലെ തന്നെ ഇത് ശരീരത്തിന്റെ അഴുക്ക് കളയാനായിട്ടൊന്നും അല്ല, ഇറ്റ് ഈസ് ആൻ ആപ്ലിക്കേഷൻ ഫോർ ഗുഡ് കോൺഷ്യസ് എന്ന് പത്രോസ്ലീഹ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതിനായിട്ടല്ല. അപ്പൊ അതെന്താണ്? ഇതൊരു അടയാളമാണ്. അതുപോലെ തന്നെ എബ്രായ ലേഖനത്തിൽ ശരീരം ശുദ്ധവെള്ളത്താൽ കഴുകപ്പെട്ടവരായി പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു വരിക. അപ്പൊ അടുത്തു വരിക എന്നുള്ളത് അതാണ്, ശിശുക്കളെ തടയരുത്, അവരെ എന്റെ അടുക്കൽ വരുവാൻ വിടുവീൻ. സ്നാനം എന്ന് പറയുന്നത് ദൈവിക കൃപാസനത്തോടെ അടുത്തു ചെല്ലുവാനുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അതാണ് അതിന്റെ മോഡ്. അപ്പൊ അതിൽ നിന്ന് ശിശുക്കളെ തടഞ്ഞു മാറ്റുന്നത് ഏതർത്ഥത്തിലാണെന്ന് നമുക്ക് ഒരു തരത്തിലും ഗ്രഹിക്കുവാൻ കഴിയുന്നില്ല. അപ്പൊ ശിശുക്കളെ തടയരുതെന്ന് കർത്താവ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിനാൽ തന്നെ ആ വാദം മുതിർന്നതിന് ശേഷമാണ് സ്നാനപ്പെടേണ്ടത്, ചില അറിവുകൾ ലഭിച്ചതിന് ശേഷമാണ് സ്നാനപ്പെടേണ്ടത് എന്നുള്ള വാദം നിരർത്ഥകമാണ്, ബാലിശമാണ്. അത് തിരുവെഴുത്തുകൾക്കോ ദൈവവ്യവസ്ഥയ്ക്കോ യുക്തിപരമായ ചിന്തയ്ക്കോ യോജിക്കുന്നതല്ല. അപ്പൊ ഇത് യുക്തിഹീനമാണ്, അത് ദൈവത്തിന്റെ തിരുവെഴുത്തിന് വിരുദ്ധമാണ്, ദൈവിക ഹൃദയത്തിനും വിരുദ്ധമാണ്. കാരണം സ്നാനപ്പെട്ട ആളുകൾ ഒരുമിച്ച് കൂടിയിരുന്ന് അവർ കവനന്റ് മീൽ ഭക്ഷിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ കമ്മ്യൂണിറ്റി കാണുന്നതാണ്. ശിശുക്കൾ മാറ്റി നിർത്തപ്പെടുകയാണ്. അപ്പൊ ഒരുമിച്ച് ഞങ്ങൾ ഒരു സഭയാണെന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് 2 തരം പൗരന്മാരാണ്, സ്നാനപ്പെട്ടവരും സ്നാനപ്പെടാത്തവരും. സ്നാനപ്പെട്ടവർ എന്തോ കുറവുള്ളവരാണ്. അപ്പൊ നിങ്ങൾ ഒരു ഹൃദയമുള്ളവരായിരിക്കണം. അപ്പൊ ഐക്യതയെ കുറിച്ചാണ് യേശു തമ്പുരാൻ ഏറ്റവും അധികം പ്രാർത്ഥിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്തത്. പിതാവേ, ഞാനും നീ ഒന്നായിരിക്കുന്ന പോലെ ഇവരും തമ്മിൽ ഒന്നാകേണ്ടതിന്. അപ്പൊ ഈ സ്നാനപ്പെട്ടവരും സ്നാനപ്പെടാത്തവരും എന്നുള്ള ഈ വൈരുദ്ധ്യം വെച്ചുകൊണ്ടാണ് ഈ പറഞ്ഞ അനാബാപ്റ്റിസ്റ്റ് ഗ്രൂപ്പുകൾ, അനാബാപ്റ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ വീണ്ടും സ്നാനപ്പെടേണ്ട എന്നാണ്. അത് ആദ്യമായിട്ട് ഈ മുഴുകൽ സ്നാനം വന്നപ്പോൾ അവരിട്ട പേരാണ്. അപ്പൊ ഈ മുതിർന്ന സ്നാനം നടത്തുന്ന ഗ്രൂപ്പുകളെല്ലാം നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ് കുഞ്ഞുങ്ങളെ ഇങ്ങനെ സ്നാനപ്പെടുത്താൻ നിർത്തുന്നത്. അവർക്ക് പ്രായമാകട്ടെ എന്നിട്ട് സ്നാനപ്പെടുത്താം. ഒരു പ്രായമായി കഴിയുമ്പോൾ, അഡോൾസൻസ് ഏജ് കഴിയുമ്പോൾ അവർക്ക് പിന്നെ സ്നാനമൊന്നും താല്പര്യമില്ല. കാരണം ചെറുപ്പം മുതൽ ഈ പീഡനം അനുഭവിച്ചും ഈ വേർതിരിവ് അനുഭവിച്ചും മാനസികമായി മുറിവേറ്റ കുഞ്ഞുങ്ങൾ പിന്നെ സ്നാനത്തോട് വിമുഖത കാണിക്കും. ഇപ്പൊ ടീനേജ് പ്രായത്തിലുള്ള പിള്ളേരുടെ പുറകെ മാതാപിതാക്കൾ കാലെ കയ്യെ പിടിച്ച് നടക്കുന്ന കാഴ്ചയാണ് അമേരിക്കയിലും യൂറോപ്പിലും. കേരളത്തിലെ സ്ഥിതി എനിക്കറിയത്തില്ല. സ്നാനപ്പെട്ട ആകുട്ട ഇപ്പൊ കഴിഞ്ഞ ദിവസം നാട്ടിലെ ഒരുത്തിനെ സ്നാനപ്പെടുത്തി. എങ്ങനെ സാധിച്ചെന്ന് ഞാൻ ചോദിച്ചോ പറഞ്ഞു, ബൈക്ക് മേടിച്ചു കൊടുത്തു. അപ്പൊ ആ രീതിയിൽ മാതാപിതാക്കൾ ഗതികെട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത്, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അതിനെ അഭ്യസിപ്പിക്കുക എന്ന് തിരുവെടുത്ത് പറയുമ്പോൾ, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട കൃപകളെയും അനുഗ്രഹങ്ങളെയും കൊടുക്കാതെ ബാലിശമായ വാദങ്ങൾ കൊണ്ട് അതിനെ തടഞ്ഞു നിർത്തുന്നതാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഞാൻ സ്നാനത്തെ പറ്റി അടുത്ത സെഷനിൽ ബാക്കി പറയാം. ഇത്ര മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. 7 വ്യത്യസ്ത സ്നാനങ്ങളെ നമുക്ക് പുതിയ നിയമത്തിൽ കാണാം. ഇന്ന് നമ്മുടെ സംവാദത്തിന് വിഷയീഭവിക്കുന്നത് ദ മോഡ് ഓഫ് ബാപ്റ്റിസം ആൻഡ് ദ ഏജ് ഓഫ് ദ കാൻഡിഡേറ്റ്. ഇനി അതിന്റെ ഇന്റൻഷൻ ഓഫ് ബാപ്റ്റിസം എന്താണ് എന്ന് വേണമെങ്കിൽ രാജേഷ് ബ്രദർ പറയുന്ന മുറയ്ക്ക് ഞാൻ തിരിച്ച് പറഞ്ഞോളാം.
ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു.